ഹായ് ഓൾ. ഇന്ന് വ്യത്യസ്തമായൊരു കറി വെച്ചാലോ? വേറൊന്നും കൊണ്ടുമല്ല, നമ്മുടെ പറമ്പിലെല്ലാം ധാരാളം നിൽക്കുന്ന പപ്പായ കൊണ്ട് നമുക്കൊരു കറി വെക്കാം. പപ്പായയെ പല പേരിൽ അറിയപ്പെടും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. പപ്പായ എന്ന് പറയും, ഓമക്കായ എന്ന് പറയും, കപ്പളങ്ങ എന്ന് പറയും. ഞങ്ങൾ ഓമക്കായ എന്ന് പറയാറുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ ഒരു മീഡിയം കഷ്ണമായിട്ട് ചതുരത്തിൽ എങ്ങനെ വേണേലും അരിഞ്ഞിട്ട് കുക്കറിലിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ 2, 3, 4, 5 കറിവേപ്പില, ഇനിയും ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് അത് വേകാനുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് ഒരു 4 വിസിൽ നമുക്ക് കേൾക്കണം. പപ്പായയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. പപ്പായ നിറയെ മിനറൽസും വൈറ്റമിൻസും ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഇതെല്ലാം ഇതിൽ ഉണ്ട്. നോക്കിക്കേ, അത് 4 വിസിലായപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം. അപ്പോൾ കറിക്ക് കുറച്ച് തിക്കായി വരും. അതിൻ്റെ ആ ഒരു കറി നല്ല കൊഴുപ്പ് ഉണ്ടാവും. അതിനായിട്ട് ഞാൻ കുറച്ചെടുത്ത് അരച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ചതിൽ നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കറിയിൽ കിടന്നോട്ടെ. ഇനി ഇത് ലോ കലോറി ഉള്ള ഒരു ഫുഡാണ്. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലതാണ്. ലോ കലോറി ആണെങ്കിലും ഹൈ ഫൈബർ അടങ്ങിയ ഒരു ഫുഡാണ്. അപ്പം നമുക്ക് ഫീലിങ്സ് ഓഫ് ഫുൾനെസ് എപ്പോഴും ഉണ്ടാവും. അപ്പം നമുക്ക് വയറ് നിറഞ്ഞതായിട്ടിരിക്കുന്നത് കൊണ്ട് കൂടുതൽ കലോറി ഫുഡ് നമ്മൾ കഴിച്ച് പൊണ്ണത്തടിയൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല ആഹാരമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഈ പപ്പായ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ ഇത് കൂടാതെ പപ്പായക്കകത്ത് ഒരു പപ്പൈൻ എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട്. ഇത് നമ്മുടെ ഡൈജഷനെ നല്ലതുപോലെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും വളരെ കുറവായതുകൊണ്ട് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് സ്പൈക്കിൽ പെട്ടെന്നാകുന്നത് തടഞ്ഞ് എപ്പോഴും വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തുകൊണ്ടും നമ്മൾ നിസ്സാരക്കാരനെന്ന് കാണുന്ന ഈ പപ്പായ വളരെ ഗുണം നിറഞ്ഞ ഒരു ഭക്ഷണമാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് തേങ്ങ, അത് കുറച്ച് ജീരകം, ഒരു അല്ലി വെളുത്തുള്ളി ഇത് അരച്ച് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ച് ഈ കറിക്കകത്ത് ചേർക്കണം. തേങ്ങ തിരുമ്മിയല്ല, ഞാൻ ഇങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് കഷ്ണമായിട്ട് കിടക്കുന്നത്. ഇനി അത് നല്ലതുപോലെ അരച്ച് ഈ കറിക്കകത്തോട്ട് നമുക്ക് ഒഴിക്കണം. നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മിക്സിയിലുണ്ടായിരുന്ന ബാക്കി അരപ്പും കൂടെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് എടുത്ത് അതിലേക്ക് ഒഴിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ഉണ്ടാവുന്നത്. ഇനി നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിന് കടുക് വറുത്ത് ഇടണം. ഒന്ന് തിളച്ച് വന്നോട്ടെ. അധികം തിളയ്ക്കേണ്ട, തേങ്ങ അരയ്ക്കുന്ന കറികളൊന്നും അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുന്നാൽ മതി. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. പപ്പായയും കൊണ്ട് ഈ കറി മാത്രമല്ല, നമുക്ക് തോരൻ വെക്കാം, ഉപ്പേരി ഉണ്ടാക്കാം, പിന്നെ ഇതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നവരുണ്ട്. എല്ലാം നല്ല ടേസ്റ്റാണ്. അതിൽ അപ്പുറം ഇത് നല്ല പഴുത്തിട്ട് അത് ഫ്രൂട്ട്സായിട്ട് കഴിക്കുന്നതും നല്ലതാണ്. കടുക് വറുത്തിട്ടു. കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി.